നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായി പരമശിവൻ പശുപതിനാഥനായി കുടികൊള്ളുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തായി ആദിപരാശക്തിയായ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ചിരിക്കുന്ന 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ ഗുഹ്യേശ്വരി ശക്തിപീഠവും സ്ഥിതി ചെയ്യുന്നു. ഗംഗ പോലെ തന്നെ പുണ്യനദിയായ ബാഗ്മതി നദിയുടെ തീരത്തായി 2.5 കിലോമീറ്റർ വിസ്തൃതിയിൽ ചെറുതും വലുതുമായ 500-ൽ പരം ക്ഷേത്രങ്ങളുടെ നടുവിലായി 5 മുഖങ്ങളോടുകൂടിയ പശുപതിനാഥൻ കുടികൊള്ളുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന്റെയും ഗുഹ്യേശ്വരി ശക്തിപീഠത്തിന്റെയും കാഴ്ചകളോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തായുള്ള അനേകം പുണ്യപുരാതന ക്ഷേത്രങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളുടെയും നിഗൂഢ ഗുഹകളുടെയും അവിസ്മരണീയമായ കാഴ്ചകളും കഥകളും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഖണ്ഡ ഭാരതത്തിലുടനീളമുള്ള പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവയുടെ പുരാണ കഥകളും ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അമൃത ഭാരതം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ എളിയ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയുമായി വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ടുള്ള ഒരു കവാടമാണിത്. തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഈ കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ ക്ഷേത്രം ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ക്ഷേത്രം. നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം വലതുവശത്തായിട്ട് കാണുന്നത് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. നമ്മളിപ്പോഴീ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ എവിടെയാണുള്ളത്. ഈ പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ഇതിൻ്റെ പ്രധാന കവാടം. പടിഞ്ഞാറേ ഗോപുരമാണ്. ബാക്കി കിഴക്കേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗ്മതി നദിയിലോട്ടാണ് തുറക്കുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴിയാണ് ആൾക്കാരെല്ലാം അകത്തേക്ക് കയറുന്നത്. ഈ എൻട്രൻസിൻ്റെ 2 വശത്തായിട്ട് ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വലത്ത് സൈഡിലായിട്ട് മുരുക ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. പക്ഷേങ്കിൽ ഈ മുരുക ഭഗവാൻ ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മുരുക ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഭീമസേനൻ എന്ന് പറഞ്ഞ ഒരു ബോർഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഭീമസേനും അങ്ങനെയുള്ള പഞ്ച പാണ്ഡവരുടെ ആയിരിക്കും ഇങ്ങനെ ഇവിടെ 1, 2, 3, 4 പേരുടെ വിഗ്രഹങ്ങളെ കാണുന്നുള്ളൂ. ഭീമസേനൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടുന്ന് തെക്ക് വശത്തോട് നടന്നു വരുമ്പോഴത്തേനും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ വലത്ത് സൈഡിൽ തെക്ക് വശത്തോട്ട് നടന്നു വരുമ്പോൾ വലത്ത് സൈഡിലായിട്ട് ഇവിടെ ഒരു ഭുവനേശ്വരി ക്ഷേത്രമാണ് കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു മണ്ഡപം അറിയപ്പെടുന്നത് ഭുവനേശ്വര മഹാദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ശിവലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ആൾക്കാർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇതൊരു ശിവലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു ശിവലിംഗം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഓപ്പൺ സ്പേസിലായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ഈ ക്ഷേത്രം. ഇത് ഭുവനേശ്വരി ക്ഷേത്രമാണ്. ദശമഹാവിദ്യയിൽ ഒന്നാണ് ഈ ഭുവനേശ്വരി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇത് പറയുന്നത് നമ്മുടെ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ഭുവനേശ്വരി ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇന്നെന്തോ പ്രത്യേക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കാണാം. ഇതാണ് ഭുവനേശ്വരി ക്ഷേത്രം. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു ശിവലിംഗമാണ് കാണുന്നത്. ഇത് കൃഷ്ണേശ്വര മഹാദേവൻ എന്നാണ് ഈ ശിവഭഗവാൻ അറിയപ്പെടുന്നത്. കൃഷ്ണേശ്വര ശിവലിംഗം, അതായത് 4 സൈഡിലോട്ടും മുഖങ്ങളുള്ള ശിവഭഗവാന്റെ വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് നമുക്കിന്നെ അനേകം തീർത്ഥധാരകൾ കാണാം. ഇത് ജ്ഞാനധാര എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു തീർത്ഥധാരയാണ്. ഇത് ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ജ്ഞാനധാരയുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മഴക്കാലത്തൊക്കെ ഇവിടെ കൂടുതൽ വെള്ളമൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ്. ഇതാണ് ജ്ഞാനധാര എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ജ്ഞാനധാര. ഇതുപോലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു മണ്ഡപത്തിൻ്റെ താഴെയായിട്ടാണ് ഈ ജ്ഞാനധാരയുള്ളത്. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ കണ്ടോ ഒരു പഗോഡ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. പഗോഡ ക്ഷേത്ര നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ തടി കൊണ്ടുള്ള കുത്തുപണികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്ലുകൊണ്ടല്ല, തടി കൊണ്ടുള്ള കുത്തുപണികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സുന്ദരമായിട്ടുള്ള കുത്തുപണികൾ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ മുമ്പ് കണ്ട ഈ കൃഷ്ണേശ്വര മഹാദേവ ക്ഷേത്രം. ഇതെന്തുകൊണ്ടാണ് ഇന്ന് കൃഷ്ണേശ്വര മഹാദേവൻ്റെ പേര് വന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ നന്ദിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഇവിടെ കണ്ട ഇങ്ങനെ
നല്ല സുന്ദരമായിട്ടുള്ള ഒരു ശിവലിംഗമാണ്. ഇവിടെയൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പൂജകളൊക്കെ ചെയ്യാം. പൂജകളൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ ചെയ്യുന്നത് കാണാം. ഇവിടെ ഇതുപോലെ ധാരയ്ക്കുള്ള സൗകര്യമുണ്ട്. ഈ കൃഷ്ണേശ്വര ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഇതുപോലൊരു തുളസിത്തറ പോലെയുള്ളൊരു സംവിധാനമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം പോലെയൊരു സംഗതിയാണുള്ളത്. അപ്പം ഇതിൻ്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ ഈ കൃഷ്ണേശ്വര ശിവലിംഗത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും കാണാനായിട്ട് സാധിക്കും. ഈ നേപ്പാളിലൊന്നും ബലിയൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ബലിക്കൊന്നും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ല. ഇവിടെ പല ക്ഷേത്രങ്ങളിലും മൃഗബലി നടക്കുന്നതായിട്ടറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഇവിടെ മൃഗബലി നടക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് മൃഗബലി നടക്കുന്നത്. അപ്പം ഇത് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല. ഇവിടെ മൃഗബലി നടക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് പറഞ്ഞത് മൃഗബലി ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഇതാണ് നമ്മളിനി ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട്, ഇത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് അനേകം തീർത്ഥധാരകളുണ്ടെന്ന്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ഇവിടുത്തെ ഒരു തീർത്ഥധാരയാണ്. ഇത് വരുണധാര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനൊന്നും ഇപ്പം ഈ പറയുന്ന പ്രാധാന്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. പക്ഷെങ്കിൽ ഇതാണ് വരുണധാര എന്ന് പറയുന്നത്. ഈ വരുണധാരയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് വരുണദേവൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു വിഗ്രഹങ്ങളിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം, ചെറിയൊരു വിഗ്രഹം കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. നമ്മളിനി ഈ പടിഞ്ഞാറേ കോവിലം വഴി അകത്തോട്ട് കയറി വലതുവശത്ത്, അതായത് തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നേരെ മുന്നിലായിട്ട് ദൂരെയായിട്ട് കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം. ഈ ക്ഷേത്രം പടിഞ്ഞാറ് വശത്തു കൂടിയാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ദർശനം നമുക്കങ്ങനെ പറയാൻ പറ്റുകയില്ല. എന്ന് വെച്ചാൽ 5 മുഖങ്ങളുണ്ട്. ദർശനം 4 ദിശകളിലേക്കും മുകളിലോട്ടുമായിട്ട് 5 മുഖങ്ങളുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ. അപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രധാന വാതിൽ ഈ പടിഞ്ഞാറേ വാതിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഹാസ്നാനഘർ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് നമുക്കിവിടെ ഇടതുവശത്ത് കാണുന്നത്. നമ്മളാദ്യം ഈ വലതുവശത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. നമ്മളിനി തെക്ക് ഭാഗത്തെ, അതായത് പടിഞ്ഞാറ് വശത്തെ റോഡേ പോകുമ്പോഴത്തേനും തെക്ക് വശത്ത് വലതുവശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കാണാം അനേകം പ്രാവുകൾ, ഒരു പേടിയുമില്ലാതെ പ്രാവുകൾക്കൊക്കെ ഇവിടെ ആൾക്കാർ ഈ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രാവുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് പ്രാവുകൾ ഇവിടെ ഇരുന്ന് ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ വലത്ത് സൈഡിലെ കാഴ്ചയാണ് കാണുന്നത്. ആയിരക്കണക്കിന് പ്രാവുകളുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ പശുപതിനാഥിൽ ഈ പല ഭാഗത്തും നമുക്കിതുപോലെയുള്ള കാഴ്ചകൾ കാണാം. പ്രാവുകൾ കണ്ടോ, എന്തേറെ പ്രാവുകളാണെന്നുണ്ടോ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തോടെ അകത്തോട്ട് കയറി വരുമ്പം വലത്ത് സൈഡിലായിട്ട് ഈ പ്രാവുകളൊക്കെ ഇരിക്കുന്ന അതിൻ്റെ നേരെ ദൂരെയായിട്ട് കാണുന്നതാണ് അമലേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അമലേശ്വര മഹാദേവ ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഗരുഡ ഭഗവാന്റെയും നന്ദിയുടെയും കൂടെ ഒന്നിച്ചുള്ള ഒരു മൂർത്തി നമുക്ക് ഒരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സാധാരണ ക്ഷേത്രങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിമയാണ്. ഗരുഡ ഭഗവാനും നന്ദി ഭഗവാനും കൂടെ ഒരുമിച്ചുള്ള ഒരു വിഗ്രഹം. ഈ പടിഞ്ഞാറ് വശത്ത് ഉള്ള വഴിയെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഇടത് സൈഡിൽ, അതായത് ഈ വഴിയുടെ ഇടത് സൈഡിലായിട്ട് ഇവിടെ ഒരു ശങ്കര നാരായണ സ്ഥൽ അങ്ങനൊരു കെട്ടിടമാണ് കാണുന്നത്. ഇവിടെ കുറേ സാധുക്കളും സ്വാമിമാരും ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇതെല്ലാം വളരെ പഴയ ബിൽഡിങ്ങുകളാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാം. ഇവിടെ എന്തൊക്കെയോ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ കാണാം. നമ്മൾ ഇന്നലെയും ഇതുപോലെയുള്ള പല ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഘോഷയാത്രകളൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിലത്തെ കുംഭവടമൊക്കെ പോലെ തലയിൽ ഇങ്ങനെ കുടമൊക്കെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. ഇത് സ്ത്രീകൾ മാത്രമാണ് ഈ കുടങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഇന്നലെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുന്ന ഭക്തജനങ്ങളാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഗോപുരം വഴി, പടിഞ്ഞാറ് വശത്തുള്ള നമ്മൾ കയറി വന്ന ഗോപുരമാണ് ആ ദൂരെയായിട്ട് കാണുന്നത്. അതിൻ്റെ ഈ വശത്തായിട്ട് കാണുന്ന ഈ ഭാഗത്തിനാണ് അഗ്നി ചോക്ക് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ വലത്ത് സൈഡിലായിട്ടാണ് ശങ്കരാചാര്യ മഠം കാണുന്നത്. നമുക്ക് ഭാരതത്തിലൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളോടും ചേർന്ന് നമുക്ക് ശങ്കരമഠം കാണാം. ഇവിടെ കണ്ടോ, ഹനുമാൻ സ്വാമിയുടെയൊക്കെ വേഷം കെട്ടി ഒരാളിരിക്കുന്നത് കാണാം. ഇതാണ് ശങ്കരമഠം. നമുക്ക് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ശങ്കരമഠം കാണാം. ശങ്കരമഠത്തിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ സ്ട്രക്ചറുകളൊക്കെ കാണാം. ഇതൊരു കിണർ പോലെ ഒരു ആഴമുള്ള ഒരു സ്ട്രക്ചറാണ്. കുറച്ച് ആഴത്തുള്ള പഴയ കിണറോ വല്ലതും ആയിരിക്കും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇഷ്ടി കൊണ്ടുണ്ടാക്കി വേറെ ഒരു നിർമ്മിതിയും കാണാം. ഈ ശങ്കരാചാര്യ മഠത്തിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ വെള്ള നിറത്തിലുള്ള വേറൊരു സ്തൂപം പോലെ ഒരു സംഗതി കാണാം. ഇവിടെ
ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകളുമൊക്കെയാണ്. ഇവിടെ ഒരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു ചെറിയൊരു ശിവക്ഷേത്രമാണ്, ചെറുവൻ്റെ ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഇതിനുള്ളിലും ശിവലിംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ട, ഇവിടെ രണ്ട് ശിവലിംഗങ്ങൾ ചെറിയ, ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഇന്ന് പൂജകൾ, ഇന്നെന്തോ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, അത് കൂടാതെ വേറെ എന്തോ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഇവിടെ സാധാരണ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേങ്കിൽ സാധാരണ ദിവസങ്ങളിൽ കാണുന്നവരും കൂടുതൽ തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ശങ്കരാചാര്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ഇവിടെ ചിന്നമസ്താദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അത് ഈ ശങ്കരാചാര്യ മഠത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്, തൊട്ട് നേരെ മുന്നിലായിട്ടാണ് ഇവിടെ ചിന്നമസ്താദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിന്നമസ്താദേവി നമ്മൾ ആദ്യം കണ്ടതുപോലെ ഭുവനേശ്വരി ദേവി പോലെ തന്നെ ദശമഹാവിദ്യയിൽ പെടുന്ന ഒരു ദേവിയാണ് ചിന്നമസ്താദേവി. ഇത് ചിന്നമസ്താദേവിയുടെ ശ്രീകോവിലാണ്. നമുക്ക് ആദ്യം ഈ ഇതിനൊരു ചെറുതായിട്ടൊരു പ്രദക്ഷിണം ചെയ്തു വരാം. ഇവിടെ നമുക്കിങ്ങനൊരു ശിവലിംഗവും ആണ് കാണുന്നത്. ഇവിടെയൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലെയല്ല. ഇവിടെയൊക്കെ ആൾക്കാർക്ക് നേരിട്ട് വന്ന് ഇവിടെ ആരാധനകൾ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ശിലയാണ് കാണുന്നത്. ഇവിടെയായിട്ട് ഇങ്ങനെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം കുത്തിവെച്ചിരിക്കുന്നതാണ്. തീരെ ചെറിയ ഒരു വിഗ്രഹം. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മൂർത്തികളൊക്കെ ചെറിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പഴയ കാലത്ത്, പുരാതന കാലത്ത് ഉണ്ടായിരുന്ന മൂർത്തികളൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള പല ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിങ്ങനെ ചിന്നമസ്താദേവിക്കൊരു പ്രദക്ഷിണം ചെയ്ത് ചിന്നമസ്താ ദേവി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ വന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ചിന്നമസ്താദേവി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഉഗ്ര രൂപിണിയായിട്ടുള്ള ദേവിയാണ്. ദശമഹാവിദ്യയിൽ പെടുന്ന ഒരു ദേവിയാണ്. ഈ ദേവിക്ക് ഇവിടെ എല്ലാ ദിവസമാണോന്ന് അറിയത്തില്ല, ഇവിടെ മൃഗബലി നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ ചോരയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചിന്നമസ്താദേവിയുടെ ക്ഷേത്രം. അപ്പോൾ ഇനി നമുക്ക് ചിന്നമസ്താദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം. നമ്മൾ ഈ ചിന്നമസ്താദേവി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ മുന്നോട്ട് വരുമ്പോൾ, അതായത് തെക്ക് ഭാഗത്തോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരു കവാടത്തിനുള്ളിലായിട്ട് ഒരു ശിവലിംഗം കാണാം. ഈ ശിവലിംഗത്തിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മാറി ഇടത്ത് സൈഡിലായിട്ട് ഇവിടെ വേറെ ഒരു ശിവലിംഗം കാണാം. ഇത് ധർമ്മേശ്വര ശിവലിംഗമാണ്. ധർമ്മേശ്വരൻ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് ഇവിടെ പല ശിവലിംഗങ്ങളും കാണുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ 500ഓളം ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ശ്രീകോവിലുകളും ശിവലിംഗങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിവൻ്റെ കൂടാതെ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ഒക്കെ പല രീതിയിലുള്ള പ്രതിഷ്ഠകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട്, അതായത് 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെയുള്ള മുഴുവൻ കാഴ്ചകളും നമ്മൾ കാണിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്ന് നടന്ന് ചിന്നമസ്താദേവിയുടെയും ശങ്കരമഠവും ഒക്കെ കണ്ട് ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടമാണെന്ന് വേണമെങ്കിൽ പറയാം. തെക്കേ കവാടത്തിൻ്റെ ഭാഗത്ത് പോകുന്നത് നമ്മൾ ഇങ്ങനെ ഇനി മുന്നോട്ട് പോയിട്ട് ഇതിനോട് ചേർന്ന്, അതായത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇന്നിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പ്രത്യേക രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ നേപ്പാളി രീതിയിലും അതുപോലെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുമൊക്കെ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ കാണുന്നത്. ഇതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. പടിഞ്ഞാറ ഗോപുരമാണ്. ഈ പടിഞ്ഞാറ ഗോപുരം വഴിയാണ് ആൾക്കാർ അകത്തേക്ക് കയറുന്നത്. നമുക്ക് ഈ പടിഞ്ഞാറേ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ആഗംഘർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കാണാം. ആഗംഘറിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ആഘോഷങ്ങളും ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നതൊക്കെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇതെല്ലാം ഇവിടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം. ഈ ആഗംഘർ പശുപതിനാഥ ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ താന്ത്രിക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതായത് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ പശുപതിനാഥ ക്ഷേത്രത്തിലെ മെയിൻ ക്ഷേത്രത്തിലെ പൂജകൾ ശിവലിംഗത്തിൽ നടക്കുമ്പോഴത്തേനും ഈ ആഗംഘറിലെ പൂജകൾ ശ്രീചക്രത്തിലെ ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് താന്ത്രിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആഗംഘർ എന്ന് പറഞ്ഞാൽ. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിലെ മെയിൻ പൂജാരിമാർക്ക് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ പല സ്ഥലങ്ങളിലും ബലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബലി ചെയ്ത അതിൻ്റെ പ്രസാദങ്ങളൊക്കെ ഈ ആഗംഘറിനകത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ആഗംഘറിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മണ്ഡപം കാണാം. ഇവിടെ നമുക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ഏത് മൂർത്തിയാണെന്നൊന്നും നമുക്ക്
മനസ്സിലാകുന്നുണ്ട്. ഇതുപോലൊരു മണ്ഡപവും ഈ ആഗംഖറിനോട് ചേർന്ന് തന്നെ കാണാം. അപ്പം ഈ പശുപതിനാഥിൽ ദർശനത്തിന് വരുന്ന ആൾക്കാർ ഈ ആഗംഖറിലും ദർശനത്തിനായിട്ട് പറഞ്ഞത്, അതായത് പശുപതിനാഥിൻ്റെ നമ്മുടെ ഗോപുരം അവിടെ സൈഡിലായിട്ടാണ്, ക്ഷേത്രം ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ പടിഞ്ഞാറ് വശത്തെ ഗോപുരത്തിന് അങ്ങോട്ട് വരുമ്പം ഈ വലതുവശത്തായിട്ട് കാണുന്ന ഇതാണ് ആഗംഖർ. ഈ ആഗംഖറിൻ്റെ പുറകു വശത്തായിട്ട് നമുക്കിങ്ങനെ ഇവിടെയും ചെറിയ 1-2 വിഗ്രഹങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ പുരാതന കാലത്തൊക്കെ പല രീതിയിലുള്ള പൂജകളോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വളരെ താന്ത്രിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ പശുപതിനാഥ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം, പിന്നെ ഇവിടെ വേറെ ഒരു ശിവലിംഗം കാണാം. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള വിഗ്രഹങ്ങളാണ്. ചില വിഗ്രഹങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം. നമ്മൾ ഇതുവരെ കണ്ടത് ക്ഷേത്രത്തിൻ്റെ ഇത് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ തെക്ക് വശത്തായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്.